തലസ്ഥാനത്ത് പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആശാവർക്കർമാർ. മറ്റന്നാൾ 3 ആശമാർ അനിശ്ചിതകാല നിരാഹാരം ഇരിക്കും. ആശമാർക്ക് പിന്തുണയുമായി വിവിധ പ്രതിപക്ഷ പാർട്ടികളും ഉണ്ട്. തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് ആശാവർക്കർമാരുടെ നിലപാട്. തലസ്ഥാനത്ത് നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനയ രാജുണ്ട്. ഗുഡ് മോർണിംഗ് വിനയ. ഇന്നലെ മഹാ ഉപരോധത്തിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വലിയ ഉപരോധത്തിന് ശേഷം തങ്ങളുടെ ഈ ഒരു കനത്ത ചൂടിൽ ആശമാർ തലകറങ്ങി വീഴുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള അത്രയധികം ബുദ്ധിമുട്ടിയ ഒരു സമരത്തിന് ശേഷവും ഫലം കാണാതെയാണ് ഇപ്പോൾ നിരാഹാര സമരത്തിലേക്ക് ആശമാർ കടക്കുന്നത്. മറ്റന്നാൾ മുതൽ ഇത്തരത്തിൽ 3 പേർ നിരാഹാരം ഇരുന്നുകൊണ്ടാണ് ഈ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുന്നത്. സമരത്തിന്റെ രൂപവും ഭാവവും തീവ്രതയും എല്ലാം മാറുകയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഒരു റിലേ സത്യാഗ്രഹം പോലെയാണോ ഇവർ ഈ അനിശ്ചിതകാല നിരാഹാര സമരം ഉദ്ദേശിക്കുന്നത്? പറഞ്ഞ പോലെ തന്നെ സമരത്തിന്റെ രൂപവും ഭാവവും എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് രാപ്പകൽ സമരം ആരംഭിച്ച് 37 ദിവസം പിന്നിടുകയാണ്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ഉപരോധമടക്കം സംഘടിപ്പിച്ചതിൽ സംസ്ഥാനത്തുടനീളമുള്ള ആശാവർക്കർമാരായിരുന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള 1000-ലധികം ആശാവർക്കർമാരായിരുന്നു ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ ആരംഭിച്ച രാവിലെ പ്രകടനമായി ആരംഭിച്ച ഉപരോധമായിരുന്നു വൈകിട്ട് 6 മണി വരെ നീണ്ടു നിൽക്കുന്നുണ്ടായിരുന്നത്. അതിനിടെ തന്നെ ഈ ആശാവർക്കർമാരുടെ ഉപരോധം അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഒന്ന് വഴങ്ങിക്കൊടുക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ മാനദണ്ഡങ്ങൾ 10 മാനദണ്ഡങ്ങൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഏകദേശം 2 എണ്ണം മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇതുവരെയും അംഗീകരിച്ചിട്ടുള്ളൂ. ബാക്കി കൂടി ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കുന്നത് വരെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാട് തന്നെയാണ് ആശാവർക്കർമാർ സ്വീകരിക്കുന്നത്. നേരത്തെ ഈ ഓണറേറിയം കുടിശ്ശികയുണ്ടായിരുന്ന 3 മാസത്തെ ഓണറേറിയം സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. ഇപ്പോൾ ഈ മാനദണ്ഡങ്ങൾ പിൻവലിച്ചിരിക്കുകയാണ്. ഇനിയുമുണ്ട് വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയായി പ്രഖ്യാപിക്കുക, ഓണററി വേതന വർധനവ് അതായത് 7000-ൽ നിന്നും 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഇനിയുമുണ്ട്. ആ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കുന്നത് വരെ ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ആശാവർക്കർമാർ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ തന്നെയായിരുന്നു 3ാം ഘട്ട സമര പ്രഖ്യാപനമടക്കം ആശാവർക്കർമാർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും മറ്റന്നാൾ വ്യാഴാഴ്ച മുതൽ 3 ആശാവർക്കർമാർ നിരാഹാര സമരം ഇരിക്കുമെന്നായിരുന്നു അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ 3 ആശമാരാണ് വ്യാഴാഴ്ച മുതൽ ഇനി നിരാഹാര സമരം ഇരിക്കുന്നത്. ഈ സമരത്തിന്റെ രൂപവും ഭാവവും എല്ലാം തന്നെ മാറുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ പ്രതിഷേധമാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ കടുപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെതിരെ കൂടുതൽ നിലപാടുകൾ കടുപ്പിക്കുകയാണ് ആശാവർക്കർമാർ എന്ന് തന്നെ പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ജനത്തിരക്ക് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ആശാവർക്കർമാരുടെ ഒത്തൊരുമ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ അടക്കം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. MG റോഡിലേക്ക് പോയി MG റോഡ് അടക്കം തന്നെ ഉപരോധിക്കുന്ന കാഴ്ച, അല്ലെങ്കിൽ ഇത്രയും നാൾ അല്ലെങ്കിൽ 36 ദിവസത്തോളം മഹാസംഗമം അടക്കം സംഘടിപ്പിച്ചപ്പോഴും സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധം എന്നോണമായിരുന്നു ഈ മഹാസംഗമം അടക്കം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ നിയമസഭ മാർച്ച് അടക്കം സംഘടിപ്പിച്ചപ്പോഴും അതിലടക്കം സമാധാനപരമായിട്ടുള്ള ഒരു മാർച്ചായിരുന്നു ആശാവർക്കർമാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ 36ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ 36 ദിവസമായിട്ടും തങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാനോ അതിനൊരു പരിഹാരം കാണാനോ തയ്യാറാകാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഈ റോഡ് ഉപരോധത്തിലേക്കും മറ്റും ഈ ആശാവർക്കർമാർ കടന്നിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഇപ്പോൾ പ്രതിഷേധം കടുപ്പിച്ചു വരികയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. കൂടാതെ തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലടക്കം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, K സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കളടക്കം തന്നെ ഈ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മന്ത്രി വീണ ജോർജിനോട് ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ഉന്നയിച്ചപ്പോഴും വീണ ജോർജ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു
ഒരു കാര്യമെന്ന് പറയുന്നത് തങ്ങളല്ല ആശാ വർക്കർമാരെ സ്ഥിരമായി നിയമിക്കേണ്ടത്, അത് കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്രമാണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടതെന്നായിരുന്നു വീണ ജോർജ് അടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അതിലടക്കം തന്നെ ഇപ്പോൾ പ്രതിഷേധം ഉയരുകയാണ്. ഈ ആശാ വർക്കർമാർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ പ്രധാനമായും ഈ ഉച്ചയോടെയാണ് സംസ്ഥാന സർക്കാർ ഈ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും ഈ 36 ദിവസം വേണ്ടി വന്നു സംസ്ഥാന സർക്കാരിന് ഈ ഒരു മാനദണ്ഡങ്ങൾ മാത്രം പിൻവലിക്കാൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനിയും ആവശ്യങ്ങൾ ഏറെയാണ്. ആ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടി പോരാടേണ്ടതുണ്ട്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാട് തന്നെയാണ് ഈ ആശാ വർക്കർമാരടക്കം സ്വീകരിക്കുന്നത്. തങ്ങൾ ചോദിക്കുന്നത് ന്യായമായിട്ടുള്ള ആവശ്യമാണ്, അനാവശ്യമായിട്ടുള്ള സമരമാണ്. വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ കഴിഞ്ഞ 37 ദിവസമായി തങ്ങൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന സർക്കാർ ഇതുവരെയും ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്നടക്കം തന്നെ ആശാ വർക്കർമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ 37 ദിവസമാകുമ്പോഴും ആകെ ഒരു തവണ മാത്രമാണ് ആരോഗ്യമന്ത്രി ആശാ വർക്കർമാരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളൂ. അതിനുശേഷം പിന്നീട് ചർച്ചയ്ക്ക് അടക്കം വിളിച്ചിട്ടില്ല. അതടക്കം തന്നെ ഇപ്പോൾ ആശാ വർക്കർമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഈ മഴ അടക്കം തലസ്ഥാന നഗരിയിൽ വലിയ രീതിയിലുള്ള ശക്തമായ മഴയടക്കം പെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ മഴ പെയ്യുമ്പോൾ കൂടി പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ആശാ വർക്കർമാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഈ 36 ദിവസത്തിലധികം മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ രാപ്പകൽ സമരം നടത്തി വരികയാണ് ആശാ വർക്കർമാർ. ഇന്നലെ അവരുടെ പ്രതിഷേധം എത്രത്തോളം കടുപ്പിച്ചിട്ടുണ്ട് എന്നത് സൂചിപ്പിക്കുന്നതാണ്. ഈ അല്ലെങ്കിൽ മഴയത്തടക്കം തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം 8ഓളം ആശാ വർക്കർമാരായിരുന്നു തളർന്ന് വീണ് ഹോസ്പിറ്റലിൽ അടക്കം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. കനത്ത ചൂട്, രാവിലെ അടക്കം തന്നെ കനത്ത ചൂടായിരുന്നു. ഈ ചൂടിലാണ് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലടക്കം ആശാ വർക്കർമാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ഈ ചൂട് ഏറ്റുകൊണ്ട് തന്നെ തളർന്നു വീഴുന്ന ഏകദേശം 8ഓളം ആശാ പ്രവർത്തകർ തളർന്നു വീഴുകയും അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാഴ്ച അടക്കം തന്നെ കണ്ടതാണ്. എന്തായാലും ആശാ വർക്കർമാർ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുല്യ, ഇന്നലെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം നടക്കുന്നതിനിടയിലാണ് ഓണറേറിയം അടക്കം തീരുമാനിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ 10 ക്രൈറ്റീരിയയിലുള്ള 10 ക്ലോസുകൾ അല്ലെങ്കിൽ 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് എത്തുന്നത്. പക്ഷേ ആ ഉത്തരവ് എത്തുന്നതിലും ഒരു വ്യത്യാസം ഉണ്ടാക്കുന്ന രീതിയിലല്ല ആ മാനദണ്ഡങ്ങൾ പിൻവലിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ആശമാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായ 5 ലക്ഷം രൂപ പെൻഷൻ എന്നതും ഓണറേറിയത്തിന്റെ ഇളവുകൾ എന്നതും ഈ പിൻവലിച്ച മാനദണ്ഡങ്ങളിലും ഉൾപ്പെടുന്നില്ല. എങ്കിൽ പോലും ഈ 10 മാനദണ്ഡങ്ങളെ പിൻവലിച്ച് കൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവ് ആശമാരുടെ സമരത്തിന് മുന്നിൽ സർക്കാർ കീഴടങ്ങുകയാണ്, അല്ലെങ്കിൽ ആശമാരുടെ സമരം വിജയവഴിയിലേക്കാണ് എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണോ അവർ നോക്കിക്കാണുന്നത്? പ്രധാനമായും ആശാ വർക്കർമാർ ഈ രാപ്പകൽ സമരം ആരംഭിച്ചപ്പോൾ തന്നെ ഏകദേശം 5ഓളം മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാർ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം ശക്തമായതോടെയാണ് ഒരു കൂട്ടം ആശാ വർക്കർമാർ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തലസ്ഥാന നഗരിയിൽ ഒഴുകിയെത്തുകയും അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായി മാറുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് പിന്നീട് 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷേ ഈ ആശാ വർക്കർമാരുടെ സമരം വിജയം കാണുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ 36 ദിവസം വേണ്ടി വന്നു സർക്കാരിന് ഈ മാനദണ്ഡങ്ങൾ മാത്രം പിൻവലിക്കാൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ മാനദണ്ഡങ്ങൾ മാത്രം പിൻവലിച്ചതുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ തങ്ങൾ ചോദിച്ച ആവശ്യങ്ങൾ നേടിയെടുത്തു എന്ന് പറയാനും ആശാ വർക്കർമാർക്ക് സാധിക്കില്ല. കാരണം ആവശ്യങ്ങൾ ഉന്നയിച്ചതിൽ ഒന്ന് മാത്രമാണ് ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നുള്ളത്. എന്നിരുന്നാൽ കൂടി മറ്റ് ആവശ്യങ്ങൾ കൂടിയുണ്ട്. ഈ ഓണറേറിയം 7000 രൂപയിൽ നിന്ന് വർദ്ധിപ്പിച്ചിട്ടില്ല. വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിലും ഒരു തീരുമാനമായിട്ടില്ല. ഇത്തരത്തിൽ ആശാ വർക്കർമാർ ഉന്നയിച്ച മറ്റ് ആവശ്യങ്ങൾ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ കൂടുതൽ കനക്കാൻ തന്നെയാണ് ഇനി വരും ദിവസങ്ങളിലടക്കം സാധ്യത
സാധ്യത എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ ആശാ വർക്കർമാർ ഒരു ഭാഗത്ത് ഈ പ്രതിഷേധം ശക്തമാക്കുമ്പോൾ ഈ കഴിഞ്ഞ 36 ദിവസത്തിലധികം സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഈ പ്രതിഷേധം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സമരത്തെ തകർക്കുക എന്നായിരുന്നു സംസ്ഥാന സർക്കാർ അടക്കം നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ആദ്യം ഈ എല്ലാ ജില്ലകളിലും വോളണ്ടിയർമാരെ പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെയായിരുന്നു സെക്രട്ടേറിയറ്റ് ഉപരോധം നടന്നത്. ഈ സെക്രട്ടേറിയറ്റ് ഉപരോധ ദിവസം തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റ് ഉപരോധം നടക്കുന്ന ദിവസം മറ്റു ജില്ലകളിൽ പരിശീലന പരിപാടികളടക്കം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ മറ്റ് ആശാ വർക്കർമാർ അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, പരിശീലന പരിപാടികൾ എന്തിനാണ് തങ്ങൾക്ക് പരിശീലന പരിപാടികൾ നൽകുന്നത്, തങ്ങളാണോ സൂചി കുത്തുന്നത്, തങ്ങളാണോ നഴ്സുമാരെ നടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു ആശാ വർക്കർമാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഏതെല്ലാം തരത്തിൽ ഈ ആശാ വർക്കർമാർ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിക്കുന്നു, ആ സാഹചര്യത്തിലടക്കം തന്നെ സർക്കാർ ഇത് എങ്ങനെ പൊളിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ എങ്ങനെ പൊളിക്കാമെന്നായിരുന്നു സർക്കാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളടക്കം തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ വകവയ്ക്കാതെയാണ് ആശാ വർക്കർമാർ ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നതും, തങ്ങൾക്ക് ഈ സർക്കാരിനോട് ഒരു ശത്രുതാ മനോഭാവമില്ല, ഈ സർക്കാരിനെ തകർക്കണമെന്നൊരു ലക്ഷ്യം ഞങ്ങൾക്കില്ല, പക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമായിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ആവശ്യങ്ങൾ കേൾക്കാൻ മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ തയ്യാറാകാത്തത്? ഈ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെ മാത്രം ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ ഈ കുടുംബത്തിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കാത്തത് എന്നടക്കമുള്ള ചോദ്യങ്ങളും ആശാ വർക്കർമാർ ഉന്നയിക്കുന്നുണ്ട്. അത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പിന്തുണ അർപ്പിച്ചുകൊണ്ടുവന്ന പ്രതിപക്ഷ പാർട്ടി നേതാക്കളും വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകാത്തത്? മുഖ്യമന്ത്രി വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ടടക്കം ഈ ചർച്ച അല്ലെങ്കിൽ ഈ ഒരു വിഷയം പറഞ്ഞ് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ മുഖ്യമന്ത്രി ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. ധാർഷ്ട്യമാണ് മുഖ്യമന്ത്രിക്ക് നടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്നാലും വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധത്തിന്റെ സ്വഭാവവും അല്ലെങ്കിൽ ഭാവവും അടക്കം മാറുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്രത്തോളം അല്ലെങ്കിൽ ഈ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ആശാ വർക്കർമാർ തീരുമാനിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെയാണ് ഈ ഉപവാസ അല്ലെങ്കിൽ നിരാഹാര സമരം അടക്കം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ആശാ വർക്കർമാരാണ് ഈ നിരാഹാര സമരം ഇരിക്കുന്നത്. ഇനിയെങ്കിലും അല്ലെങ്കിൽ ഇനിയും സമയം വൈകിട്ടില്ല, ഇനിയും ചർച്ചയ്ക്ക് വിളിച്ചാൽ തങ്ങൾ പോകുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതുല്യ, എന്നാലും വിനയ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ സമരത്തിൽ നിന്ന് പിറകോട്ടില്ല എങ്കിലും സർക്കാർ ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകാൻ തയ്യാറാണ് എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ സർക്കാർ ആദ്യം മുതൽക്ക് തന്നെ സമരത്തെ നേരിടുന്നത് അല്ലെങ്കിൽ സമരത്തെ പ്രതിരോധിക്കുന്നത് വിവിധമായ മാർഗങ്ങളിലൂടെയാണ്. ഒരു അടിച്ചമർത്തലിന് പകരം എന്നാൽ അതേ തത്വത്തിൽ അതേ ഫലം ഉണ്ടാക്കുന്ന രീതിയിൽ പുതിയ വളണ്ടിയർമാരെ തേടിയും അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചും അതിലേറ്റവും അവസാനത്തെ ഒരു മാർഗമായിരുന്നു തിങ്കളാഴ്ചത്തെ പരിശീലന പരിപാടി എന്ന് പറയുന്നത്. 5 ജില്ലകളിലായ ഈ നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ ആശമാരുടെ അടിയന്തരമായിട്ടുള്ള പ്രായോഗിക പരിശീലന പരിപാടി വെച്ചിരുന്നത്. നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ജില്ലാ ഡയറക്ടർമാർ നോട്ടീസും നൽകിയിരുന്നു. എന്നാൽ അതിൽ ഈ ആശമാർ എന്തായാലും പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പങ്കെടുക്കാത്ത ആശാ വർക്കർമാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ പരിശീലന പരിപാടിയിൽ എത്രത്തോളം ആശമാർ പങ്കെടുക്കുകയുണ്ടായി, പങ്കെടുക്കാത്ത ആശമാർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുമോ, അത്തരത്തിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? കഴിഞ്ഞ ദിവസം ഈ പരിശീലന പരിപാടിയിൽ നിരവധി അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആശാ വർക്കർമാർ പങ്കെടുത്തിരുന്നു. ഈ പരിശീലന പരിപാടിക്ക് ശേഷം ആശാ വർക്കർമാർ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തലസ്ഥാന നഗരിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു പരിശീലന പരിപാടിയായി തങ്ങൾക്ക് തോന്നിയില്ല. കാരണം അരമണിക്കൂറിന്റെ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വലിച്ചു നീട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തങ്ങൾക്ക് വ്യക്തമാണ് ഈ ഒരു ഉപരോധം തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി തന്നെയാണ് ഈ ഒരു പരിശീലന പരിപാടി എന്ന് തന്നെയായിരുന്നു ഈ അല്ലെങ്കിൽ പരിശീലന പരിപാടിക്ക് പോയ ആശാ വർക്കർമാർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഉത്തരവിറക്കിയപ്പോൾ അല്ലെങ്കിൽ ഈ പരിശീലന പരിപാടിയുണ്ട്, എല്ലാ ആശാ വർക്കർമാരും നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആരോഗ്യ വകുപ്പ് ഈ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം ഉള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം ആശാ വർക്കർമാർ പോയി എന്നതിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ വ്യക്തതയില്ല. കാരണം അത്രത്തോളം ആശാ വർക്കർമാർ ഈ
ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീടും പോയ ആശാ വർക്കർമാർ ഈ പരിശീലന പരിപാടികൾക്ക് ശേഷം ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുമുണ്ടായിരുന്നു. അവർ പ്രധാനമായും വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇതെല്ലാം തന്നെയായിരുന്നു. ഇനി ഇവർക്കെതിരെ അല്ലെങ്കിൽ പോകാത്ത ആശാ വർക്കർമാർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുമോ എന്ന കാര്യത്തിലും ഒരു തീരുമാനമായിട്ടില്ല. കാരണം എങ്ങനെയാണ് ഈ ഒരു സമരം പൊളിക്കുക എന്നൊരു ചിന്ത മാത്രമാണ് സർക്കാർ പ്രധാനമായും നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്നിരുന്നാൽ കൂടി ഈ പ്രതിഷേധത്തിൽ സർക്കാർ ഒന്ന് വഴങ്ങി എന്നത് ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ് ഈ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുള്ള ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനി വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ. അതുല്യ.